ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഓണം ഷോപ്പിംഗ് ആണ് കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. കാരണം ഓൾറെഡി കുറച്ച് ഷോപ്സ് മൈൻഡിലുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എല്ലാം പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം കയറിയത് കല്യാണിലാണ് കേട്ടോ. ഒരു സാരി നോക്കാനായിരുന്നു പ്ലാൻ. സോ എൻ്റെ മൈൻഡിലൊരു ലിനൻ ഫാബ്രിക് അല്ലെങ്കിൽ ഒരു കല്യാണി കോട്ടൺ ആ ഒരു ടൈപ്പ് സാരി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. സോ ആദ്യം തന്നെ ഞാനത് ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. അതിനെ ബേസ് ചെയ്ത് കുറച്ച് മോഡൽസ് കാണിച്ചു തന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചൊരു കളർ കോമ്പിനേഷൻ കിട്ടിയില്ല. ഓണം ആയതുകൊണ്ട് പുതിയ കളക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള മോഡൽസ് കാണിച്ചു തന്നു. അപ്പം ഞാനൊന്ന് കൺഫ്യൂസ്ഡായി. പിന്നെ കുറച്ച് ബനാറസി കളക്ഷൻസ് കാണിച്ചു തന്നു. അതെനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി. സോ ഞാൻ അതിലൊരെണ്ണം ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ലിസ്റ്റിൽ ബനാറസി സിൽക്ക് ഇല്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ക്യാരി ചെയ്യാനും വളരെ ഈസി ആയിട്ട് തോന്നി. ഈ ചേച്ചി നല്ല ഭംഗിയായിട്ട് സാരി ഡ്രേപ്പ് ചെയ്ത് തന്നു കേട്ടോ. റിയലി ആ സാരി ഉടുത്തൊരു ഫീൽ കിട്ടി. ഈ സാരി എനിക്ക് ഇഷ്ടമായി. പക്ഷേ 1-2 ഷോപ്സിലൂടെ നോക്കി ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതിവിടെ മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് മഹാരാജാസിലാണ്. ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് ബനാറസി ആയതുകൊണ്ട് അതിൻ്റെ വെറൈറ്റീസ് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബനാറസിയുടെ കളക്ഷൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നെ ഞാൻ ഈ ചെക്ക് പാറ്റേൺസിലുള്ള സാരി കണ്ടു. അതിൻ്റെ ഡിസൈനും കളേഴ്സും ഒക്കെ എനിക്കിഷ്ടമായി. പക്ഷെ മെറ്റീരിയൽ ഞാൻ ഉദ്ദേശിച്ചൊരു ടൈപ്പ് ആയിരുന്നില്ല. അടുത്തത് ഞങ്ങൾ കയറിയത് MK സിൽക്സിലാണ് കേട്ടോ. ഓണം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ബനാറസിയുടെ 1-2 സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഡിസപ്പോയിൻറ്റഡ് ആയി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഓഫർ സെയിൽ കണ്ടത്. അപ്പോൾ അവിടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വില വരുന്ന കോട്ടൺ സാരീസ്, മൽമൽ കോട്ടൺ, ഡെയിലി വെയർ സാരീസ് ഇതിനെല്ലാം തന്നെ 50% ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെ വിളിച്ച് വരാൻ പറഞ്ഞു. കാരണം അമ്മയ്ക്ക് കോട്ടൺ സാരി വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മയ്ക്കും ഒരു സാരി സെലക്ട് ചെയ്തു. അതിഷ്ടായാ? അമ്മ വരുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പാലക്കാട് ഇത്രയും ട്രാഫിക് ആദ്യമായിട്ടാണ്. ഞങ്ങൾ മലബാറിലാണ് കയറിയത്. തിരക്ക് കാരണം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓർഡർ ചെയ്ത കറി വളരെ ശോകമായിരുന്നു. മലബാറിൽ നിന്ന് നമ്മളിത് എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ കഴിച്ചിറങ്ങി. അമ്മ ഇതുവരെ എത്തിയിട്ടില്ല. സോ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേഡിയം ബൈപ്പാസിലുള്ള ഷെയറൻ കഫേയിലാണ് നമ്മൾ പോയത്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇറാനി ചായയാണ്. ഞങ്ങളെപ്പോലുള്ള ടീ ലവേഴ്സിന് വരാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അമ്മ ഇതുവരെ എത്തിയിട്ടില്ല. സോ നമ്മൾ രാവിലെ സെലക്ട് ചെയ്ത സാരി തന്നെ ഫൈനലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കല്യാണിലോട്ട് പോവാണ്. അങ്ങനെ സാരി വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ നിന്ന് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ എത്തി. ഞങ്ങൾ കോട്ടൺ സാരി നോക്കാനായിട്ട് വീണ്ടും MKയിലോട്ട് പോയി കേട്ടോ. ഏട്ടന് പോയിട്ട് തിരക്കുള്ളത് കൊണ്ട് അമ്മയെ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വേണ്ട. നിങ്ങൾ ഇതുപോലത്തെ അതൊക്കെ ന്യൂജന്റെ അതൊക്കെ എടുക്കുക. അതോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുക. ഇതാണ്ടില്ലേ ഇങ്ങനത്തെയൊക്കെ എടുക്കുക. ഈ പഴയത് എടുത്തിട്ട് ചെറിയമ്മ നോക്കി ഇതെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഇട്ട ഒരു 40-45 വയസ്സ് തോന്നുന്നു. വയസ്സ് കുറയും. ഉറപ്പ് 35 തോന്നുന്നു. സോറി 55 തോന്നുന്നു. 20 വയസ്സ് പറയും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഉദ്ദേശിച്ച ഡ്രസ്സൊക്കെ കിട്ടി. ഇനി ഇവിടുന്ന് നേരെ ഞങ്ങളൊരു ഫിലിമിനാണ് കേട്ടോ പോകുന്നത്. എന്ത് പറ്റി? ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. ഇത് നമ്മൾ സാരി എടുത്തില്ലേ, ഇതല്ലേ ഇതിന്റെ സെയിം പാറ്റേൺ തന്നെ ഇല്ലേ? അതായത് എന്നുവെച്ചാ ഡിസൈനിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കളർ സെയിം അല്ലേ? ഇപ്പോഴാ ഓർമ്മ വന്നത്. മാറ്റണോ? മാറ്റേണ്ടി വരും. ചെറിയൊരു അബദ്ധം പറ്റി. അതുകൊണ്ട് സാരി മാറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ബനാറസി തന്നെ വീണ്ടും എടുക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സോഫ്റ്റ് സിൽക്ക് നോക്കാമെന്ന് വിചാരിച്ചു.
സോഫ്റ്റ് സിൽക്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കളർ കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അതിലൊരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു, പക്ഷേ അതിൻ്റെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊരു സെപ്പറേറ്റ് ലുക്കായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓണവിശേഷങ്ങളായി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.